നമസ്കാരം. ഗബ്രി നല്ല ഗെയിമറായിരുന്നു. ഗബ്രി അടിപൊളി ഗെയിമറായിരുന്നു. ഛേ, ജാസ്മിൻ കാരനാണ് ഗബ്രി പോയത്. ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. സീരിയസ്ലി മാൻ, ഈ ചിന്തയൊക്കെ ആളുകൾക്ക് എന്നുണ്ടായതാണ്? ശരിക്കും ജാസ്മിൻ കാരനാണ് ഗബ്രി പോയത്? ജാസ്മിൻ കാരണം ഗബ്രി പോരുതായിരുന്നു, അല്ലെങ്കിൽ ഗബ്രി എവിക്റ്റ് ആവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് അല്ലായിരുന്നു, അല്ലെങ്കിൽ ആവരുതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്താ പിന്നെ ഗബ്രിക്ക് വാരിക്കോരി വോട്ട് കൊടുക്കാമായിരുന്നല്ലോ. അത് കൊടുത്തിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ഗബ്രീനെയോ ജാസ്മിനെയോ ഒക്കെ നോമിനേഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരും കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഗബ്രീനെ ഒന്ന് നൈസായിട്ട് കിട്ടിയപ്പോൾ എന്താക്കി, ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നോമിനേഷനിലുണ്ടായിരുന്ന മറ്റാൾക്കാർക്കൊക്കെ വോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറേ എണ്ണത്തിന് വോട്ട് കിട്ടി. അവസാനം ഗബ്രിക്ക് വോട്ട് കുറവായി. അങ്ങനെ ഗബ്രി മേപ്പെട്ട് നോക്കിയിട്ടതാ പുറത്തിരിക്കുന്നു. അപ്പോൾ ഇനി പറയൂ, ജാസ്മിൻ കാരണമാണോ ആക്ച്വലി ഗബ്രി പുറത്തായത്? ഇനിയിപ്പോൾ ഗബ്രിക്ക് പകരം ജാസ്മിൻ പുറത്തായാലും ഇവിടെ ജാസ്മിൻ ഒറ്റൊരാൾ കാരണമോ അല്ലെങ്കിൽ ഗബ്രി ഒറ്റൊരാൾ കാരണമോ ആയിരിക്കില്ല ഈ രണ്ടുപേരും പുറത്തായിട്ടുണ്ടാവുക. ഈ രണ്ടുപേര് കാരണമാണ്. അങ്ങനെ പറയണം. ഇവിടെ ഒരാളല്ല വിഷയം. ഇവിടെ എന്താ അത് പറയാൻ എന്തിനാ മടി കാണിക്കുന്നത്? ഇപ്പം ഗബ്രിയോട് സ്നേഹം കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അത് അതിനകത്ത് നിൽക്കണ സമയത്ത് വോട്ട് കൊടുത്തിട്ട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്ത്? പറയുമ്പോൾ എല്ലാം വിഷയം പറയണം അല്ലേ? രണ്ടുപേരുടെയും പ്രശ്നം കൊണ്ട് തന്നെയാണ്, രണ്ടുപേരുടെയും ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ട് തന്നെയാണ് കൂട്ടത്തിലുള്ള ഒരാൾ വെളിയിലായത്. ആ ഫാക്റ്റ് ഒരൊറ്റ നിലപാടേ ഞാൻ പറയുള്ളൂ. ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന അതേ നിലപാടാണ് ഇപ്പോഴും ഞാൻ പറയണത്. രണ്ടുപേരും കാരണക്കാരാണ്. ആ കോംബോ എന്ന് പറയുന്ന സാധനം, ഈ കോംബോ എന്ന് പറയുന്ന സാധനം വെളിയിൽ നല്ല നെഗറ്റീവായിരുന്നു. ഞാനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനും വിമർശിച്ചിട്ടുണ്ട് ആ കോംബോനെ. നല്ല വെറുപ്പിക്കൽ കോംബോ ആയിരുന്നു, കൺവിൻസിങ് അല്ലാത്ത കോംബോ ആയിരുന്നു. എന്തിനാണ് ഇവരിങ്ങനെ ഒരുമിച്ച് നിന്ന് വെറുപ്പിക്കണേ എന്നുള്ള തരത്തിൽ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഭൂരിഭാഗത്തിന് അങ്ങനെ തോന്നി. അവസാനം രണ്ടുപേരോടും ആ കോംബോ കാരണം ഇൻഡിവിജ്വലി അവരോട് വെറുപ്പ് തോന്നി. അങ്ങനെ ഒരാൾ നോമിനേഷനിൽ വന്നപ്പോൾ ഒരാൾ അങ്ങ് തെറിച്ചു. ഇതാണ് ഫാക്റ്റ്. അല്ലെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇതാണ് ഫാക്റ്റ്. കുറേ സേഫ് ഗെയിമേഴ്സൊക്കെ കൂടിയിട്ട് എന്താണ് ഇപ്പോഴും അതിനകത്ത് സേഫായിട്ട് ഇരിക്കുന്നു. 55-ാം ദിവസത്തിൽ എന്താണ് പറയുക, ഗബ്രി അങ്ങ് പോയി. ഞാനിപ്പോഴും പറയണു, വിമർശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗബ്രി പോകേണ്ട വ്യക്തിയായിരുന്നില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. ഗബ്രി പോകേണ്ട വ്യക്തിയായിരുന്നില്ല. അത് ജാസ്മിൻ കാരണമല്ല പോയത്, ഈ കോംബോ കാരണമാണ്. ഈ രണ്ട് വ്യക്തികൾ കാരണം തന്നെയാണ് കൂട്ടത്തിലുള്ള ഒരാൾ പോയത്. പിന്നെ ഇവിടെ എല്ലാവരും ജാസ്മിനെ പോയിന്റ് ഔട്ട്, ഓക്കെ, ജാസ്മിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്, 100% ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ജാസ്മിനെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രണ്ടുപേരും ചെറിയ കുട്ടികളൊന്നുമല്ല. രണ്ടുപേർക്കും അത്യാവശ്യം ചിന്തിക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. രണ്ടുപേർക്കും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ത് തെറ്റ് ഏത് ശരി എന്നുള്ള കാര്യം ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്കാണല്ലോ പോയത്. വെളിയിൽ നെഗറ്റീവാണ് എന്ന് ഈ രണ്ടു കൂട്ടർക്കും അറിയണ കാര്യമാണല്ലോ, ഒരാൾക്ക് അറിയണ കാര്യമല്ലല്ലോ. വെളിയിൽ ഈ കോംബോ നെഗറ്റീവായിട്ട് പോകുന്നു, ഇവർക്ക് ഹെയ്റ്റ് ആണെന്നുള്ള കാര്യം എത്രയോ സാഹചര്യത്തിൽ ഇവർ അറിഞ്ഞതാണ്. ഇത് അറിഞ്ഞതിന് ശേഷം ഇവർക്ക് രണ്ടുപേർക്കും സ്പ്ലിറ്റ് ആവായിരുന്നേ, ഒരു സ്പ്ലിറ്റ് ആയില്ല. രണ്ടുപേരുടെ ഭാഗത്ത് പ്രശ്നമല്ലേ അത്. അതേപോലെ തന്നെ ഇപ്പോൾ ജാസ്മിൻ സ്പ്ലിറ്റായി കളിക്കുക എന്നുള്ളൊരു ടോക്ക് ഗബ്രിയുടെ അടുത്തുണ്ടായ സമയത്ത് എന്തായി, ഗബ്രി ഇമോഷണലി ഡൗൺ ആയിട്ട് എനിക്ക് പറ്റില്ല എന്നുള്ളൊരു നിലപാട് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അന്നോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത്? അപ്പോൾ എന്തായി, അത് ഗബ്രി അതിന് എന്താണ് സ്പ്ലിറ്റ് ആവാൻ താല്പര്യം കാണിക്കാതെ ആയ സമയത്ത് എന്തായി, വീണ്ടും ജാസ്മിൻ ഇപ്പോൾ ഗബ്രിനെ വിഷമിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്തായി, വീണ്ടും ആ കോംബോ ആയിട്ട് അങ്ങ് മുമ്പോട്ട് പോയി. അന്ന് ഞാൻ ജാസ്മിനെ തന്നെയാണ് വിമർശിച്ചത്. മനസ്സിലായില്ല എന്തിനാണ് ജാസ്മിൻ അത് കേട്ട് നിൽക്കേണ്ട ആവശ്യമുള്ളത്? സ്പ്ലിറ്റ് ആവണം എന്ന് തോന്നിയാൽ അതാണ് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് തന്നെയായിരുന്നു റൈറ്റ് ആയിട്ടുള്ളൊരു ട്രാക്ക്. ഒരു ഇൻഡിവിജ്വൽ ഗെയിമിന് അത് തന്നെ ഗുണം ചെയ്യുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി. അങ്ങനെ പറഞ്ഞ സമയത്ത് ഗബ്രി അത് എഗ്രി ചെയ്യാതെ വീണ്ടും ആ കോംബോ വേണം എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോയത് അവൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റി. അതിനുശേഷമാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഹിൻറ്റുകൾ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം കിട്ടിയതാണ്. അപ്പോഴൊക്കെ ഇവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കളിക്കാനുള്ള അവസരങ്ങൾ ആക്ച്വലി ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്തില്ല. വീണ്ടും എനിക്ക് ഗബ്രി ഇല്ലാതെയും ഗബ്രിക്ക് ജാസ്മിൻ ഇല്ലാതെയും പറ്റൂല എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഒരേ നിലപാടെടുത്തിട്ട് രണ്ടുപേരും ഇതേ ഇമോഷണൽ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടൊക്കെ തന്നെയാണ് വെറുപ്പിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഒരാളുടെ തലയിലേക്ക് മാത്രം കൊണ്ടുപോയിട്ട് ഈ ഗബ്രി പുറത്തായ കാരണം വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കേണ്ട ആവശ്യമില്ല. അത്
പബ്ലിക് ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള ഉള്ള ആൾക്കാരുടെ കാര്യം വിടും, വെളിയത്തെ കാര്യം അറിയില്ലല്ലോ. വെളിയത്തുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരാളുടെ തലയിലേക്ക് മാത്രം വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രണ്ടുപേരും തെറ്റുകാരാണ്. പക്ഷെ ഇവിടെ ഈ ഓരോ ഇരട്ടത്താപ്പുകൾ കാണുമ്പോഴാണ് എനിക്ക് പൊളിയുന്നത്. കമൻറ്റ് ബോക്സൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പൊളിയുന്നേ, സീരിയസ്ലി. കാര്യം ഈ ഗബ്രി നല്ല ഗെയിമറായിരുന്നു, ജാസ്മിനെക്കാട്ടിലും നല്ല രീതിയിൽ കളിക്കാൻ കഴിവുള്ളൊരു ചങ്ങാതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നാവൊന്ന് എന്തോ ഒലിക്കുകയാണ് കിടന്നിട്ട്. അപ്പോൾ പിന്നെ ഇത് അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ട് എന്നാൽ അങ്ങോട്ട് കൊടുക്കായിരുന്നില്ല. ഇപ്പോൾ വെളിയിലായിട്ട് ഇനി പറഞ്ഞാൽ കഴിഞ്ഞാൽ തിരിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് പറ്റുമോ? അങ്ങ് കൊടുത്താൽ പോരായിരുന്നു അങ്ങോട്ട്. ഇതാണ് നമ്മളെപ്പോഴും പറയുന്നത്. ഞാനെപ്പോഴും അന്നെടുത്ത നിലപാടുകളും ഇന്നെടുത്ത നിലപാടുകളും ഒരൊറ്റ നിലപാടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടുള്ള ഗെയിമുകളും ഉണ്ടാവും. എക്സ്ട്രീം നെഗറ്റിവിറ്റി ആയിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടാവും. വില്ലനായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ടാവും. ഒരു ഹീറോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു വില്ലനും ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ ഹീറോ മാത്രം ഉണ്ടായാൽ എന്താ രസമുള്ളത്. അപ്പോൾ നെഗറ്റീവായിട്ട് കളിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, പോസിറ്റീവായിട്ടുള്ള കളിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഗെയിം കളിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് മുമ്പോട്ട് പോകണം. വില്ലനും ഹീറോയും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വേണം. സേഫ് ഗെയിമേഴ്സ് ഉണ്ടാവണേനെക്കാട്ടിലും ഭേദം ഗെയിം കളിക്കുന്ന ആൾക്കാർ, ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നതല്ലേ. ഈ രീതിയിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ചിന്തിച്ചിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗബ്രിയോടാണെങ്കിലും ജാസ്മിനോടാണെന്നുണ്ടെങ്കിലും വെറുപ്പും വിരോധം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ആക്റ്റീവ് ആണല്ലോ എന്ന് ചിന്തിച്ചിട്ട് വോട്ട് ചെയ്തിട്ട് അതിൻ്റെ അത് നിലനിർത്തിയിട്ടുണ്ടാകുമല്ലോ. അത് പബ്ലിക് ചെയ്തില്ല, അവിടെ കയറി അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. ഇതാണ് ഉണ്ടായത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും ന്യായീകരിക്കാൻ വേണ്ടി വരുമൊന്നും വേണ്ട. 4th സീസണിൽ ഉദാഹരണമുണ്ട് അഖിൽക്കുട്ടി. അന്ന് റിയാസിനെ മറ്റേ പുറത്താക്കാൻ വേണ്ടിയിട്ട് നോമിനേഷനിലെങ്ങാണ്ടോ കുട്ടിയെങ്കിലും റിയാസൊക്കെ കൂടി അങ്ങ് വന്നപ്പോഴേക്കും റിയാസ് നമുക്ക് പുറത്താക്കണം, ഒരു തരത്തിലും വോട്ട് ഇങ്ങോട്ട് മറയാൻ വേണ്ടി പാടില്ല പറഞ്ഞാൽ എല്ലാവർക്കും കൂടി അങ്ങ് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങ് ഉണ്ടാക്കി അങ്ങ് കൊടുത്ത്. എന്നിട്ട് എന്താ ഉണ്ടായത്? അല്ല, പക്ഷേ അഖിൽക്കുട്ടിക്ക് വോട്ട് എന്തായാലും കിട്ടിക്കോളും. കുട്ടിക്ക് വോട്ട് ചെയ്യണ്ട, ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് വോട്ടില്ലാണ്ടായി. അവസാനം റിയാസിന് അപ്പുറത്ത് നല്ല വോട്ടും വന്നു. ഇവിടെ ഈ സ്പ്ലിറ്റ് ചെയ്തവന്മാർ പൊട്ടന്മാരായി, അപ്പിക്കണ്ടികളായി. അവസാനം കുട്ടി അഖിൽ വെളിയിലായി, ഏരിയയായി. ഇതാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ കുതിര പോകണ പോലെ അത് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഒന്നും കാണില്ലല്ലോ, ഇങ്ങനെ പോകാനേ തോന്നുള്ളൂ. ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കണതിനെ കുറിച്ചിട്ടും കമൻറ്റ് ചെയ്യണതിനെ കുറിച്ചിട്ടും ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഒരു കാര്യം എന്താണ്, പിന്നെ ഈ ജിൻഡോ ജാസ്മിൻ അടി ഞാൻ കണ്ടായിരുന്നു. അത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കണ്ടിട്ട് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത്. കാരണം എന്തൊരു ഇറിറ്റേഷനാണ്. ഞാനത് എങ്ങനെയൊക്കെയാണ് കണ്ടു തീർത്ത് കേട്ടോ, എങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടു തീർത്തത്. അതിൻ്റെ അകത്ത് വലിയ കണ്ടൻറ്റൊന്നുമില്ല. ആസ് യൂഷ്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വയ്ക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നു. ഇതന്നെയല്ലേ, മടുത്തു. പിന്നെ ഇപ്പം അതിൻ്റെ അകത്ത് ഗബ്രി കൂടി പുറത്തായ സ്ഥിതിക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ജാസ്മിനും ഉണ്ട്, ജിൻഡോ ഉണ്ട്, ഇടയ്ക്ക് നോറയും ഉണ്ട്. ഇവരെ ചുറ്റിപ്പറ്റി മാത്രമല്ല അതിൻ്റെ അകത്ത് കണ്ടൻറ്റുകൾ നടക്കുന്നുള്ളൂ, ഹൈലൈറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ വരുന്നുള്ളൂ. അപ്പോൾ എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഇനി അങ്ങോട്ടും ഇവരുടെ കളികൾ മാത്രം കണ്ട് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടു വരുമോ? അതാണ് ബോറടിച്ചു തുടങ്ങി. അവിടെ ഈ ഇവർ തമ്മിലുള്ള നടക്കുന്ന സമയത്ത് അവിടെ ബാക്കിയൊക്കെ പഴം വഴുകി മേപ്പെട്ട് നോക്കിയിരിക്കുന്നതല്ലേ കണ്ടത്. ഒക്കെ അവിടെ പഴം വഴുകി മേപ്പെട്ട് നോക്കിയിരിക്കണം, ഒന്നും ചെയ്യാനില്ല. ദേ ആർ ബ്ലാങ്ക്. അല്ല, അവർ ഈ വിഷയത്തിൽ കയറി ഇടപെടണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർ ഈ ഉണ്ട വഴിയ പോലെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരു കണ്ടന്റും സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ഇല്ലാതിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, പഴം വഴുങ്ങിയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ടേ. അപ്പോൾ ഇന്നും കൂടിയിട്ട് ഈ ഇവർ തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയിൽ അവരെല്ലാവരും കൂടി ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് ദയനീയമായിട്ടാണ് തോന്നിയത്. അവർക്ക് കണ്ടന്റ് ഇല്ല, മിണ്ടാണ്ടിരിക്കണ്. ജിൻഡോ ജാസ്മിൻ. ഞാൻ മുമ്പും പറയായിരുന്നല്ലോ, ആകെപ്പാട് ജിൻഡോ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, ഗബ്രി ഉണ്ട്, നോറയുണ്ട്. ഇവരെ ചുറ്റിപ്പറ്റി മാത്രമാണ്, ഇവരാണ് കണ്ടന്റ് പുഷ് ചെയ്തോട്ട് മുമ്പിലോട്ട് വരുന്നത്. അതിപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്ക് ഗെയിമില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് രാത്രി എപ്പിസോഡ് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ബൈ ബൈ.